എൻ്റെ ഈ ദുരന്ത ഭൂമികളിലേക്കുള്ള രണ്ടാമത്തെ പ്രവേശനം. ആദ്യത്തെ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഭോപ്പാൽ, നമുക്കറിയാം. മനുഷ്യനിർമ്മിത ദുരന്തം. പക്ഷേ യഥാർത്ഥ പ്രകൃതി ദുരന്തം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1999 ഒറീസയിൽ വെച്ചാണ്. അന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ 2014 പോലും ഞാൻ അറിഞ്ഞത് സുനാമി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. 1999 സമയങ്ങളിൽ ഒറീസയിൽ കൊടുങ്കാറ്റായിരുന്നില്ല, സുനാമിയായിരുന്നു. കാരണം 30 അടി പൊക്കത്തിൽ വന്ന കൊലയാളി തിരകൾ എനിക്ക് ഓർമ്മയുണ്ട്. എത്രയോ ഗ്രാമങ്ങൾ തുടച്ചു മാറ്റി, പേരുകളില്ലാത്ത നിസ്വരാജ്യം, എത്രയോ ജനപദങ്ങൾ ഇല്ലാതായി കളഞ്ഞു. 30 അടി പൊക്കമുള്ള കൊലയാളി തിരകളിൽ മൺവീടുകൾ താമസിക്കുന്ന പാവപ്പെട്ടവർ, പേരുകളില്ലാത്ത, സെൻസസിലില്ലാത്ത സ്വപ്നങ്ങൾ മാത്രമുണ്ട്. എത്രയോ പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഒലിച്ചു പോയത്, വീടിനോടൊപ്പം ഈ കടലിലേക്ക് ഒലിച്ചു പോയത്. ഇത്തരം ഒരു വലിയൊരു വ്യവസ്ഥയിലേക്ക് ദുരന്ത ഭൂമിയിലേക്ക് ഞാൻ മദ്രാസിൽ നിന്ന് ഒരു സ്പെഷ്യൽ, അന്ന് റോഡുകളെല്ലാം തകർന്നു പോയിരുന്നില്ല, ഒരു ചെറിയ അവിടുത്തെ ഒറീസ ഗവൺമെൻറ് ചെലവിലൊരു വിമാനത്തിലാണ് ഞാൻ ഭുവനേശ്വരം പോയപ്പോൾ ഇറങ്ങി എന്നെ സ്വീകരിക്കുന്ന ഒരാൾ. ഞാൻ പിന്നീടാണ്, അദ്ദേഹമാണ് ആദ്യത്തെ ഈ ഇന്ത്യയിലായിരുന്നു ഗോത്രവർഗത്തിൽപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി. അദ്ദേഹം ഗിരിധർ ഗോമങ്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൂടെ എൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങളൊരു ഹെലികോപ്റ്ററിൽ ഈ തകർന്ന ഭൂമികൾ കൂടി, പുരിയുടെ അറ്റമൊക്കെയുള്ള ഭൂമികൾ കൂടെ വിമാനം മാറുമ്പോൾ ഞാൻ അക്ഷരത്തിൽ പറയാണ്, ഞാൻ കണ്ണുനീർ കടലുകൾ കാണുന്നു. ഒന്നുമില്ലാത്ത പോയി ഈ ഉപ്പ് രസം വന്ന് കയറി മുഴുവൻ കൃഷി നശിച്ച് വെള്ളം കയറി കിടക്കുന്ന ഒരു ദുരന്ത സാഗരമാണ് ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ ഒറീസ ഭാഷ എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടെ. റവന്യൂ മന്ത്രിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പുനർനിർമ്മാണ പദ്ധതി, അപ്പം സ്ഥലങ്ങളിൽ പോകണം. ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഒന്നുമില്ല, പോകാനൊക്കില്ല, റോഡൊന്നുമില്ല. അപ്പം വളരെ കഷ്ടപ്പെട്ടൊരു ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഫസ്റ്റ് ഒരു ജോലി എന്ന് പറഞ്ഞാൽ ശവം പെറുക്കലായിരുന്നു. അവിടുത്തെ ഈ എവിടെയെങ്കിലും കാക്ക പക്ഷികളൊക്കെ കൂടെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു പൊരിഞ്ഞ ജീവനുണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ്റേതാവാം, മൃഗത്തിൻ്റേതാവാം. അതിനൊരു UN പരിശീലനം ഉണ്ടായിരുന്നു, ഐക്യരാഷ്ട്രസഭയുടെ. അവർ വന്നിട്ട് പറഞ്ഞു തരും. ഈ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഒരു കർച്ചീഫിനകത്ത് മുക്കിയിട്ട് കെട്ടും. മരണത്തിൻ്റെ രൂക്ഷഗന്ധം ആദ്യം തിരിച്ചറിയുന്നതാണ്. അങ്ങനെ രൂക്ഷമാണ് അതിൻ്റെ മണം എന്ന് തിരിച്ചറിയുന്നതാണ്. പരിമളമല്ലല്ലോ, രൂക്ഷമായ ഗന്ധമാണ് അത് നമ്മൾ ഇതാങ്ങനെ കർച്ചീഫൊക്കെ കെട്ടിയിട്ട് എൻ്റെ കൈകൾ കൂടെ ഈ ശവശരീരം എടുക്കുമ്പോൾ എൻ്റെ വിരലുകളുടെ ഇടയിൽ കൂടെ മാംസം ഇങ്ങനെ ഒഴുകി പോവുകയാണ്. എത്ര വ്യർത്ഥമാണ് നമ്മുടെ ജീവിതങ്ങളെന്ന് തിരിച്ചറിയുന്നത്. അതായത് ഒരു സൈഡിൽ കൊണ്ടുപോകും, അവരുടെ ഇതിനനുസരിച്ചൊരു പെട്രോൾ ക്യാൻ തരും, കുറച്ച് ബൈക്കുകൾ തരും, അവിടെ കത്തിച്ച് കളയുക ഒരു മൃതദേഹം, ഒരു പേരുകളുള്ള സ്വപ്നങ്ങളുള്ള മനുഷ്യൻ്റെ മൃതദേഹം. അന്ന് ഈ ദുരന്ത മേഖലയിൽ പണി ചെയ്യുവാനായിട്ട് എനിക്ക് അമൂല്യമായിട്ട് ഒരുപാട് പാഠങ്ങൾ തന്നത് 1900 ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഈ 1999 ഒറീസയിലെ ഇതാണ്. ആ യാത്ര ഒരുപാട് ഘട്ടങ്ങൾ അത് കഴിഞ്ഞു. അവിടെ വ്യാപകമായിട്ട് ഒരുപാട് ഘട്ടങ്ങൾ. പക്ഷേ അതിന് മുമ്പ് ദുരന്തത്തിൽ അപ്പോൾ എന്നോടൊരു ആൾ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു വീട് വെക്കാനായിട്ടുള്ളൊരു ഇതിനകത്ത് ചെന്നപ്പോൾ അയാളുടെ ഫ്രണ്ടിൽ ആപ്പിളിൻ്റെ ഒരു കുട്ടയുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ദുരന്ത ആശ്വാസത്തിന് വേണ്ടി ഒരുപാട് സാധനം, ആപ്പിൾ വന്നു, കമ്പിളി, സൈബീരിയ, റഷ്യയിൽ നിന്ന് കമ്പിളി വരുന്നു. അയാളോട് ഞാൻ വീടിൻ്റെ കാര്യം സംസാരിക്കാൻ ശ്രമിച്ചു. അയാൾ പറഞ്ഞു, എനിക്കെന്തൊരു വീട്, ഞാൻ 16 പേരുടെ ഒരു കുടുംബമായിരുന്നു, 15 പേരും മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വീടെന്തിന് എന്ന് ചോദിച്ച ഒരാളുണ്ടായിരുന്നു, ഒരു ഗ്രാമീണൻ. എനിക്ക് വീട് വേണ്ട, എനിക്ക് എല്ലാവരും പോയി, ഈ വീട് മാത്രമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയില്ല, എൻ്റെ ജീവിതം നിങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ കഴിയുമോ, വീട് പോട്ടെ, എൻ്റെ ജീവിതം പുനർനിർമ്മിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ അങ്ങനെ വളരെ ഗാഢമായിട്ടുള്ള സാമൂഹ്യ പാഠങ്ങൾ ഇനി പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ യാത്ര തീർന്നില്ല എന്നുള്ളതാണ്. ആ യാത്ര ദുരന്ത ഭൂമികൾ കൂടെ യാത്ര, ഒരുപക്ഷെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ദുരന്ത ഭൂമികൾ കൂടെ യാത്ര ചെയ്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരാളാണ് ഞാൻ. കുറച്ച് അഹങ്കാരത്തോടെ പറയുകയാണ്. കാരണം അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള എല്ലാ ഭൂമികളിലും, മിക്ക ഭൂമികളിലും, 2014 കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാത്ത ഭൂമികളുണ്ട്. തായ്ലാൻഡിൽ, ഇന്തോനേഷ്യയിൽ, മാലദ്വീപിൽ, ശ്രീലങ്കയിൽ വ്യാപകമായിട്ടുള്ള കെട്ടിടങ്ങൾ. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ പുനരധിവാസ കോളനി, 95,000 വീടിൻ്റെ പുനരധിവാസ കോളനി ഞാൻ ഉണ്ടാക്കിയത് ശ്രീലങ്കയുടെ ഈ വടക്ക് അങ്ങനെ വളരെ അമൂല്യമായിട്ടുള്ള ഒരുപാട് ഞാൻ അങ്ങനെ ആണോ. പക്ഷേ അതിനകത്ത് ഇപ്പോൾ 2014 കേരളത്തിൽ വളരെ ചെറിയൊരു ഭാഗത്താണ് സുനാമി വന്നത്. ആ സുനാമി വരുന്ന കാലഘട്ടത്തിൽ, സുനാമി വന്ന കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് സത്യം പകച്ചുപോയി. അവർ ദുരന്തം കണ്ടിട്ടില്ല.
ആപ്പടി ദുരന്തത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഞാൻ. ഇവർ ഈ ദുരന്ത ഭൂമിയിൽ ആറാട്ടുപുഴ ആ ഭാഗത്ത് ദുരന്ത ഭൂമികൾക്ക് പുനർനിർമ്മിതിക്ക് വേണ്ടി ആരെ വിളിച്ചുകൊണ്ട് വന്നു? ഒരു മദ്രാസ് IIT ആൾക്കാർ വന്നു. എൻ്റെ കുട്ടികളെ ഞാൻ അന്നേ പറയുമായിരുന്നു, കടൽ തീരത്ത് പണി ചെയ്യുന്നതിന് രീതിയുണ്ട്. ആ രീതിശാസ്ത്രം ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ അവിടെയാണ് ഭൂമിയിൽ വീട് വെച്ച് ഞാൻ പഠിച്ചത്. കടൽ തീരത്തെ മണലിന് നല്ല ഉറപ്പുണ്ടെന്നുള്ളതാണ് ഒറ്റ കാര്യമുള്ളൂ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. മക്കളെ, കടൽ തീരത്ത് തിര വരുമ്പോൾ കാലുറപ്പിച്ച് നിർത്തണേ, കാലുറപ്പിക്കണം. നിങ്ങൾ കാല് ഇങ്ങനെ മാറ്റി കാലുറപ്പിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? തിരമേല തിരിച്ച് പോകുമ്പോഴത്തേക്ക് നിന്നെയും കൂടെ വലിച്ചെടുത്ത് കടലിലേക്ക് കൊണ്ടുപോകും. മക്കളെ, മോനെ നീ കാലുറപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അതേപോലെയാണ് ആ രീതിശാസ്ത്രം. അവിടെ കാലുറപ്പിച്ച് നിർത്തുക മാത്രം മതി. അത് കുറച്ച് താഴ്ചയിൽ ഒരുപക്ഷെ മണൽ തിരിച്ച് തിരമാല ഇത് പോവുകയാണെങ്കിൽ അതിനേക്കാളും താഴ്ചയിലേക്ക് കാലുറപ്പിച്ച് നിർത്തിയാൽ മാത്രം മതി മത്സ്യത്തൊഴിലാളികൾ വീടുകൾ ചെയ്ത്. അതിന് പകരം അണ്ടർഈ പൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അബദ്ധജടിലം എന്ന് ഞാൻ പറയും, മറ്റുള്ളൊരു സാങ്കേതിക ജടിലമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവന്നു കെട്ടിടങ്ങളെ പണി പൂർത്തിയാക്കിയില്ല. ഫൗണ്ടേഷൻ കഴിഞ്ഞപ്പോൾ പൈസ തീർന്നു, ഗവൺമെൻറ്റിൻ്റെയും പൈസ തീർന്നു. എല്ലാവരും അങ്ങനെ വല്ലാത്തൊരു പാഠമാണ്. അവിടെ ഇവരെല്ലാവരുടെയും ഇത് ഒഴിച്ചിട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ സാറാണ്. ഞാൻ ആ ഒരു 17 ദിവസം കൊണ്ട് ഒരു കെട്ടിടം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, 17 ദിവസം കൊണ്ട് എല്ലാവരും ഗവൺമെൻറ് പകച്ചിരിക്കുമ്പോൾ അതിനൊരു പ്രതികരണം 17 ദിവസം കൊണ്ട് ഒരു കൊച്ചു കെട്ടിടം ചെയ്തു. അവിടെ താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി അവിടെ തന്നെ വീട് നഷ്ടപ്പെടുത്തുന്നതിന് കുറച്ച് പൊക്കി ഒരു വീട് വെച്ചത് ഒരു പൊല്ലാപ്പായി പോയി. പാലുകാച്ചിന് സമയമായപ്പോഴത്തേക്ക് സർക്കാർ ഇന്ന ഭൂമികൾ ഇത്തരം ആതുര സ്ഥാപനങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് അവരുടെ അതിനകത്ത് അവിടുത്തെ ഒരു ആത്മീയ സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ആ ഭൂമിക്കകത്തായപ്പോൾ ഞാൻ ഈ വീട് വെച്ച് അന്ന് നമ്പറും ലൈസൻസും അങ്ങനൊന്നും അല്ല, പാവപ്പെട്ട് ഇല്ലാത്തൊരാൾക്ക് വേണ്ടി ഒരു വീട് വയ്ക്കണമെന്ന് ഒരൊറ്റ ഇതാണ്. എൻ്റെ തൊഴിലാളികളുടെ അവരുടെ രക്തവും വിയർപ്പും കൊണ്ടാണ് 17 ദിവസം കൊണ്ട് പകൽ പണി ചെയ്ത് ഈ വീട് തീർത്താൽ. കാരണം ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവണം. കാരണം ദുരന്തത്തിൻ്റെ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നം വളരെ പെട്ടെന്ന് അതിന് പ്രതികരിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അവരില്ലാത്തവർ നഷ്ടപ്പെട്ടവരാണ്, അവരെ ചേർത്ത് പിടിക്കുന്നൊരു സമീപനം ഉണ്ടാവണം. അതിന് കാണിച്ചു കൊടുക്കാനായിട്ട് സർക്കാരിനെ കാണിച്ചു കൊടുക്കാൻ 17 ദിവസം കൊണ്ട് തീർത്ത വീട് അതന്ന് വളരെ തിരക്കുണ്ടായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ വന്ന് ഉദ്ഘാടനം ചെയ്തതിന് 4-ാം ദിവസം വീട് ഈ പൊളിക്കണം. അതൊരു വേറൊരു അനധികൃത ഭൂമിയിലാണ്, കടൽ തീരത്ത് എന്ത് അനധികൃത ഭൂമി, പട്ടയമില്ലാത്ത ഭൂമിയിലാണ് അവർ മത്സ്യത്തൊഴിലാളികൾ വീട് വെച്ചാൽ അതിപ്പോൾ ഇടിച്ചു കളയാനായിട്ട് അവർ വന്നു. ഇടിച്ചാണിപ്പം അവിടുത്തെ ആറാട്ടുപുഴയിലെ മത്സ്യത്തൊഴിലാളി സമൂഹം കൈകോർത്ത് പിടിച്ച് ഈ സ്ഥാപനത്തിൽ നിന്ന് വന്ന ആൾക്കാരെയും ഗവൺമെൻറ് ജീവിതത്തിലും ആട്ടി ഓടിച്ചു എന്നുള്ളത് അതൊരു പിൽക്കാല ചരിത്രമാണ്. പക്ഷേ ആ ഒരു കെട്ടിടം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്ത ഭൂമിയിൽ എത്രയും പെട്ടെന്ന് വീട് ചെയ്യണം എന്നുള്ള വലിയൊരു പ്രതീകമായി. കാരണം അത് കഴിഞ്ഞാൽ അതേ ഭൂമികയിൽ ഒരുപാട് സംഘടനകൾക്ക് LIC തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്ക് വേണ്ടി നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ ചെയ്തു ആറാട്ടുപുഴ. ഇത് കഴിഞ്ഞിട്ട് അതൊരു പുത്തൻ മാതൃകയായിരുന്നു. ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ വീടുകൾ അണ്ടർഈ പൈൽസിൻ്റെ ഫൗണ്ടേഷൻ ലെവലിലേക്ക് എടുക്കുമ്പോൾ ഞാൻ 100 കണക്കിന് കെട്ടിടങ്ങൾ, നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ, ഈ കടൽ ക്ഷോഭത്തെ ചെറുത്ത് നിൽക്കാവുന്ന കെട്ടിടങ്ങൾ, വളരെ വില കുറച്ച് പരിസ്ഥിതിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഭൂമിയിൽ മറ്റൊരു സാങ്കേതിക ജടിലതകളും ഇല്ലാതെ ഞാൻ ഇന്നലെയും വളരെ ഭംഗിതരായിട്ട് പറയട്ടെ, ഇന്നലെ ഞാൻ ആ വഴിയിൽ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ആ കെട്ടിടങ്ങൾ നോക്കിയായിരുന്നു. കുഞ്ഞുങ്ങൾക്കുള്ള ചില ലൈബ്രറികൾ, ചിൽഡ്രൻസ് ലൈബ്രറി ഉൾപ്പെടെയൊക്കെ ഞാൻ പണിഞ്ഞത്. അവിടെയൊക്കെ ആളുകൾ വന്നിരിക്കുന്നു. കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്, ഇപ്പോൾ കാലാവസ്ഥ അറിയാം, കടൽ ക്ഷോഭിച്ചിരിക്കും. അപ്പോൾ അത്തരം ഒരുപാട് യാത്രകൾ എൻ്റെ ജീവിതത്തിൽ ഒരു വാസ്തുശില്പി എന്നുള്ള രീതിയിൽ കെട്ടിടങ്ങളിലൂടെ ഞാൻ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ ചെയ്ത് ഞാനായിരിക്കാം. ഞാനതിൻ്റെ കണക്ക് ഞാൻ തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഏകദേശം വ്യക്തമാണ്. പക്ഷേ അതിൽ കൂടുതൽ ഇത്രയും ഭൂമികൾക്കുള്ള യാത്രകൾ, മാനസിക സഞ്ചാരങ്ങൾ, അതെനിക്കൊരിക്കലും അതിനോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു വാസ്തുശില്പ വികാസം അത് എന്നോട് എല്ലാവരും ചോദിക്കും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
മരണവിധിക്ക് വെച്ചിരുന്ന എത്രയോ 1000 കെട്ടിടങ്ങൾ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തതുപോലെ കൊല്ലാനായിട്ട് വിധിക്കപ്പെട്ടു. ഭംഗിയില്ല, സൗകര്യമില്ല, കാറ്റിൻ്റെ വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞ് ഭംഗി പോരാ എന്നുള്ളതാണ് പ്രധാനമായത്. മക്കൾ മിടുക്കരായിട്ട് വരുമ്പം വലിയ വലിയ IT സ്ഥാപനങ്ങളിൽ നിന്നുള്ള കാശ് വരുമ്പം ഞാൻ അവരോടൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവരുടെ മനസ്സ് വെട്ടി പിളരാനായിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പറയും, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഈ വിധിക്ക് നിങ്ങൾ വിടുമോ? കെട്ടുകൾ തകർക്കുന്നത് പോലെ എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ അവരുടെ ഒരു പാതകം പോലാണ്. അത് ചെയ്യരുത്. കാരണം അവരുടെ നിശ്വാസം, അവരുടെ കണ്ണുനീരും അവരുടെ വിയർപ്പും ഒക്കെ വെച്ച് ഒരുക്കി കൂട്ടിയിട്ടാണ് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നത്. അത് അത് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു ആർക്കിടെക്ചറെ സംബന്ധിച്ചിടത്തോളം, ഹൃദയസ്ഥനായിട്ടൊരു ആർക്കിടെക്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ ഈ ജീവനെ നമുക്ക് വീണ്ടെടുക്കാം. ഒരു ജനാല വയ്ക്കുക, ഒരു ഭിത്തി ഇടിച്ച് കളയുക, പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാമൂഹ്യ പാഠമാണ്. അങ്ങനെ റിട്രോഫിറ്റിംഗ് എന്നുള്ള ഇപ്പോൾ ലോകത്ത് ആ വാക്ക് വളരെ ഇതാണ്, റിട്രോഫിറ്റിംഗ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഈ ചെയ്തിരുന്ന കാലത്ത് ഞാൻ അങ്ങനെ ഒരു 10,000 കണക്കിന് ആ കെട്ടിടങ്ങൾക്ക് നന്ദിയാണ്. ഒരു മരം വെട്ടാതെ ചെയ്ത കെട്ടിടങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ചെയ്ത് നന്ദികൾ. ഇതൊക്കെ കഴിയുമ്പം മക്കൾ എന്നോട് വലിയ ഇതില്ല. കാരണം മക്കൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ലാതിരിക്കും. ഞാനെപ്പോഴും അത് ആലോചിക്കും. വീരാൻകുട്ടിയുടെ ഒരു കവിത ആലോചിക്കും. കാരണം വീരാൻകുട്ടിയുടെ ഒരു മാതൃഭൂമിയുടെ കവിതയുണ്ട്. ഇതേപോലെ ഒരു വീട് പുതുക്കി പണിഞ്ഞ എല്ലാം കൂടെ ടൈലൊക്കെ ഇട്ട്, മാർബിൾ ടൈലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് പാലയാച്ചിന് സമയം ഒരു ചൊരുത്തവിടെ കയറി വരികയാണ്. ചൊരുത്തവിടെ കയറി വരുമ്പോഴത്തേക്ക് ഈ അച്ഛൻ കണ്ടുകൊണ്ട് ഈ ചൊരുത്തവണ പാല് കാച്ചുന്ന ഹോമകുണ്ടത്തിനടുത്ത് നിൽക്കുകയാണ്. അപ്പം പറയും, അശ്രീകരം, പാല് കാച്ചിൻ്റെ സമയം അശ്രീകരം, ഈ ചൊരുത്തവള വന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, അച്ഛൻ അഭിമാനം ഊതിത്തിളപ്പിക്കുക എന്നാണ് കവിത എഴുതിയിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മക്കളെ, ഇത് നമ്മുടെ ആത്മാക്കളെ, നമ്മുടെ പഴയ പൂർവ്വ പിതാക്കളുടെ ആത്മാക്കളായിരിക്കും തവള, അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ, തവളകളായി വരുന്നത്. അപ്പോൾ അവർ ഈ നല്ലൊരു പുണ്യകർമ്മത്തിന് അവർക്ക് സന്തോഷം തോന്നിക്കാണും. ഈ തവളയ്ക്ക് എങ്ങനെ ആയിരുന്നില്ല. തവള പണ്ട് ഈ വീട് പൂതലിച്ച് കിടന്ന തറ, അവിടെ അവൻ്റെ തണുപ്പുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് മാർബിൾ തറയായപ്പോഴത്തേക്ക് അവർ ഈ വാഗ്വാദങ്ങളുടെ ഇടയിൽ, അച്ഛനും മകനും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കിടയിൽ അവന് പരിചയമില്ലാത്ത, തണുപ്പില്ലാത്ത ഒരു വെയിലുള്ള സ്ഥലത്ത് നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അവൻ്റെ കരുതലും ജാഗ്രതയും ഒക്കെ നഷ്ടപ്പെട്ട ഇടങ്ങളെല്ലാം പുതുക്കി പണിഞ്ഞ് മാർബിളിട്ട് എഴുതി. അവൻ്റെ പഴയ തറയോടൊക്കെ പോയി അവൻ തിരിച്ച് വാഗ്വാദങ്ങളിൽ തിരിച്ചു പോയി. ഇതാണ് അങ്ങനെ കവിത അവസാനിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഈ വാസ്തുശില്പ പൈതൃകം, നമ്മുടെ ലെഗസി, നമ്മുടെ ഈ സാമൂഹ്യ കാലാവസ്ഥയുമായിട്ടുള്ള പ്രതികരിക്കുന്ന അത്തരമൊരു വാസ്തുശില്പം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ മാഹാത്മ്യം ഞാൻ കൊട്ടിഘോഷിക്കുകയല്ല. ഇത് പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ടായിരുന്നു. അതൊരു സ്പന്ദനമായിരുന്നു, തണുപ്പായിരുന്നു, കരുതലായിരുന്നു, ജാഗ്രതയായിരുന്നു. ആ ഒരു തണുപ്പുള്ള സ്ഥലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള വലിയ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹാബിറ്റാറ്റ് പിന്നീടുള്ള യാത്ര തുടങ്ങുന്നത്.